നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്രയാർ കിഴക്കേനട പയ്യന്നൂരിൽ 4-അംഗ സംഘത്തെ ആക്രമിച്ച് 16 ലക്ഷം രൂപ കവർന്ന കേസിൽ നിർണായക വഴിത്തിരിവ്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാർ കണ്ടെത്തി. കയ്പമംഗലത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ 2 ആടുകൾക്ക് കടിയേറ്റു. വലപ്പാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. ഇന്ധനവില വർധനവിനെതിരെ KSKTU കയ്പമംഗലം വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുത്തുകൂട്ടി സമരം നടത്തി. വാർത്തകൾ വിശദമായി. തൃപ്രയാർ കിഴക്കേനട പയ്യന്നൂരിൽ 4-അംഗ സംഘത്തെ ആക്രമിച്ച് 16 ലക്ഷം രൂപ കവർന്ന കേസിൽ നിർണായക വഴിത്തിരിവ്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാർ കണ്ടെത്തി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എടത്തിരുത്തി പയ്യന്നൂർ പൂക്കോട് ക്ഷേത്ര പരിസരത്താണ് കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഫോറൻസിക് വിദഗ്ധരെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. അന്വേഷണത്തിൽ ഇത് വാടകയ്ക്കെടുത്ത വാഹനമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കവർച്ചയ്ക്ക് പിന്നിൽ രഞ്ജിത്ത് എന്ന ആൾ ഉൾപ്പെടെ 8-അംഗ സംഘമാണെന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം. രഞ്ജിത്ത് സമാന രീതിയിൽ വയനാട് മറ്റൊരു കേസിൽ ഉൾപ്പെട്ടയാളാണെന്ന് കണ്ടെത്തി. പാലക്കാട് വിളയൂർ പഞ്ചായത്ത് അംഗം മുഹമ്മദ് റാഫി അടക്കമുള്ളവരാണ് തട്ടിപ്പിനിരയായത്. ഇടപാടുകാരെ തൃപ്പയാറിലെത്തിച്ച് രഞ്ജിത്ത് ഉൾപ്പെടുന്ന കുഴൽപ്പണം കടത്ത സംഘമാണ് രൂപ ഡോളറാക്കി നൽകാമെന്ന് പറഞ്ഞ് ഇവരെ തൃപ്പയാറിലെത്തിച്ചത്. കാറിലുണ്ടായിരുന്നവരെ മറ്റൊരു കാറിലെത്തിയ സംഘം ആക്രമിക്കുകയും 16 ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുക്കുകയുമായിരുന്നു. കാറിന്റെ ചില്ല് തകർത്ത് മുളകുപൊടി സ്പ്രേ ചെയ്താണ് തട്ടിപ്പ് നടത്തിയതെന്ന് തട്ടിപ്പിനിരയായവർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. കയ്പമംഗലത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ 2 ആടുകൾക്ക് കടിയേറ്റു. ചിറക്കൽ പള്ളിക്ക് സമീപം മുന്നാക്കപ്പറമ്പിൽ അബ്ദുറഹ്മാന്റെ വീട്ടിൽ വളർത്തിയിരുന്ന 2 ആടുകളെയാണ് നായ കടിച്ചത്. ഇന്ന് വൈകിട്ടോടെയായിരുന്നു സംഭവം. ആടുകളെ ആക്രമിച്ച ശേഷം നായ പ്രദേശത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും റോഡിലൂടെ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾക്കും യാത്രക്കാർക്കും പിന്നാലെ ഓടി ഭീതി പരത്തുകയും ചെയ്തു. ഇതോടെ പ്രദേശവാസികൾ ആശങ്കയിലാവുകയും അധികൃതരെ വിവരം അറിയിക്കുകയുമായിരുന്നു. വിവരമറിഞ്ഞ് കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീരാ സുരേന്ദ്രൻ, വാർഡ് മെമ്പർ ലുബ്ന ജിനു, മുൻ മെമ്പർമാരായ ജിനു, CJ ജോഷി എന്നിവർ സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ നായയെ കണ്ടെത്തി. തുടർന്ന് തളിക്കുളം ആനിമൽ സ്ക്വാഡിനെ വിളിച്ചു വരുത്തി നായയെ സുരക്ഷിതമായി പിടികൂടുകയായിരുന്നു. നായയുടെ അസ്വാഭാവിക പെരുമാറ്റം കണക്കിലെടുത്ത് പേവിഷ ഉണ്ടാകാമെന്ന സംശയം ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നായയെ പ്രത്യേകം കൂട്ടിലേക്ക് മാറ്റി നിരീക്ഷണത്തിലാക്കി ആയി അധികൃതർ അറിയിച്ചു. കടിയേറ്റ ആടുകൾക്ക് ആവശ്യമായ ചികിത്സ നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വലപ്പാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരള എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വലപ്പാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും വലപ്പാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. വലപ്പാട് ചന്തപ്പടി KC വാസു ഹാളിൽ വെച്ച് നടന്ന പരിപാടി യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നതായിരുന്നു ഈ വർഷത്തെ പ്രധാന സന്ദേശം. യോഗാ ദിന പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ നിർവഹിച്ചു. CMO ഡോക്ടർ പ്രിയ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് പാനാട്ടിൽ മുഖ്യാതിഥിയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാജിഷ ശിവജി, പഞ്ചായത്ത് മെമ്പർ PB കണ്ണൻ, HMC അംഗം കാർത്തികേയൻ നെടിയിരുപ്പിൽ, യോഗ ഇൻസ്ട്രക്ടർമാരായ ദൃശ്യ ഋഷികേശ്, ഹരിശങ്കർ എന്നിവർ യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഡോക്ടർ ദൃശ്യ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാകേഷ് എന്നിവരും മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. നിരവധി ആളുകൾ പങ്കെടുത്ത യോഗ പ്രദർശനവും ക്ലാസുകളും പരിപാടിയുടെ ഭാഗമായി നടന്നു. ഇന്ധനവില വർധനവിനെതിരെ KSKTU കയ്പമംഗലം വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുത്തുകൂട്ടി സമരം നടത്തി. കാളമുറിയിൽ നടന്ന സമരം KSTU നാട്ടിക ഏരിയ സെക്രട്ടറി KC സുധ ഉദ്ഘാടനം ചെയ്തു. ബിന്ദു രാജൻ അധ്യക്ഷത വഹിച്ചു. PL പോൾസൺ, TV സുരേഷ്, നൂറുൽ ഹുദ, PC മനോജ്, MC ശശിധരൻ, റജിത മനോജ്, ഷാഹില സലാം എന്നിവർ സംസാരിച്ചു. ഗ്യാസിന്റെ വില വർധന ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മൾ സ്ത്രീകൾക്ക് തന്നെയാണ്. നമുക്കറിയാം
അടുക്കള ബഡ്ജറ്റിൻ്റെ നിർമ്മാതാക്കൾ നമ്മൾ തന്നെയാണ്. നമുക്ക് ഈ വിലക്കയറ്റം രൂക്ഷതയിലെത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന വീട്ടമ്മമാർക്ക് ഇരുട്ടടി പോലെയാണ് ഈ ഗ്യാസിൻ്റെ വില വർധനവ് സംഭവിച്ചിട്ടുള്ളത്. ഗ്യാസിൻ്റെ വില വർധനവ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളതല്ല. നമുക്കറിയാം, കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കാലത്ത്, UPA സർക്കാരിൻ്റെ കാലത്ത് തന്നെ പെട്രോളിയത്തിൻ്റെ വില നിയന്ത്രണാധികാരം കോർപ്പറേറ്റുകൾക്ക് നിയന്ത്രിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുള്ളതാണ്. ചന്ദ്രാപിന്നി ഹൈസ്കൂളിൽ ലോകകപ്പ് ഫുട്ബോൾ ആഘോഷവും ലഹരി വിരുദ്ധ തൂഫാൻ ഗോൾ പരിപാടിയും ശ്രദ്ധേയമായി. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം വിദ്യാലയാന്തരീക്ഷത്തിലേക്ക് പകർത്തിക്കൊണ്ട് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ UP വിഭാഗങ്ങൾ സംയുക്തമായി വർണ്ണാഭമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, PTA മാനേജ്മെന്റ് അംഗങ്ങൾ, അനധ്യാപക ജീവനക്കാർ എന്നിവർ ഒന്നിച്ചു ചേർന്ന പരിപാടി കായികോത്സവത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ മികച്ച സംഗമമായി മാറി. ലോകകപ്പിൽ പങ്കെടുക്കുന്ന വിവിധ രാജ്യങ്ങളുടെ ഫ്ലക്സുകളും പതാകകളും ജേഴ്സികളും അണിഞ്ഞ വിദ്യാർത്ഥികളും അണിനിരപ്പും താളമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള വരവേൽപ്പും ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറപ്പെട്ട് നൽകി. വിദ്യാലയത്തിലെ മുഴുവൻ അനധ്യാപക ജീവനക്കാരും തങ്ങളുടെ ഇഷ്ട ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞ് പങ്കെടുത്ത പടുകൂറ്റൻ ഫ്ലക്സ് പ്രദർശനവും പരിപാടിയുടെ പ്രധാന ആകർഷണമായി. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന മില്യൺ തൂഫാൻ ഗോൾ ക്യാമ്പയിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരങ്ങൾ നടത്തുകയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ലോകകപ്പ് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ VV സുരേഷ് നിർവഹിച്ചു. മില്യൺ തൂഫാൻ ഗോൾ സ്കൂൾ തല പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. കൈപ്പമംഗലം പോലീസ് സബ് ഇൻസ്പെക്ടർ MA അജാസുദ്ദീൻ, നാട്യ ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പ്രധാനാധ്യാപകൻ KS കിരൺ, MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷി, ഹയർ സെക്കൻഡറി എയ്ഡഡ് പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, അൺഎയ്ഡഡ് പ്രിൻസിപ്പൽ VB സജിത്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് KS ബിന്ദു, SRG കൺവീനർ ബിജു മോഹൻ ബാബു, അധ്യാപകരായ മുഹമ്മദ് സുഹൈബ്, സ്വാദിൽ, പ്രസൂൽ, ഹനി, കായികാധ്യാപകൻ TN സിജിൽ എന്നിവർ സംസാരിച്ചു. നിരവധി പേരെന്നെ ഇങ്ങനത്തെ മേളകൾ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നുണ്ട്. എൻ്റെ പ്രധാനപ്പെട്ട കാര്യക്രമം ഷമീറാണ്. ഒരു 6 ലക്ഷം വ്യൂവേഴ്സാണ് എനിക്കിപ്പോൾ ഉള്ളത്. തൃശ്ശൂരായാലും തിരുവനന്തപുരത്തായാലും വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഞാനൊരു ഫുട്ബോൾ ആവേശമാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ലയണൽ മെസ്സി 2 ഗോൾ അടിച്ചപ്പോൾ നല്ല ആവേശമുണ്ട്. നിങ്ങളാരും വിഷമിക്കേണ്ട. എന്തായാലും റൊണാൾഡോൻ്റെ ടീം ജയിക്കാനാണ് ഇപ്പം എനിക്ക് താല്പര്യം. പാവം തോന്നുന്നു, ഇത്രയും നല്ലൊരു കളിക്കാരൻ റൊണാൾഡോന് ഈ ലോകകപ്പ് നേടാൻ കഴിയുന്ന ചെറിയൊരു പ്രാർത്ഥന ഞാൻ നടത്തുന്നുണ്ട്. എടത്തുരുത്തി പഞ്ചായത്ത് 10ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആദരം 2026 സംഘടിപ്പിച്ചു. ചന്ദ്രാപിന്നി VK കുമാരൻ സംസ്കാര നൽകുന്ന ചടങ്ങ് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ MU ഉമറുൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ചന്ദ്രാപിന്നി ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ KS കിരൺ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ്, സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, വാർഡ് വികസന സമിതി കൺവീനർ TA നസീമുദ്ദീൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PD സജീവ്, വാർഡ് വികസന സമിതി അംഗങ്ങളായ PK ഷംസുദ്ദീൻ, ഉദയകുമാർ, TA മുഹമ്മദ് സഗീർ, വിശ്വംഭരൻ തടത്തിൽ, PK അസീസ്, ഷിനി സതീഷ്, ലൈല മജീദ്, ശ്രീജ ജയസേനൻ, ഗിരിജ മേനോൻ, ലത സൂര്യപ്രകാശ്, ലത ജയൻ കുട്ടുക്കൻ, സാഹിറ ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വാർഡിലെ എല്ലാ കുട്ടികളെയും മറ്റ് ഇതര മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെയും അനുമോദിച്ചു. നമുക്കറിയാം, സാധാരണ നമ്മൾ കണ്ടുപോരുന്നത്
SSLCക്ക് +2 ഇതിനൊക്കെ ഫുൾ A+ മേടിച്ച അങ്ങനെയാണ് കൊടുത്തിരുന്നത്. ഇപ്പൊ നമ്മ എല്ലായിടങ്ങളിലും എന്താണ്, നമ്മളും ജയിച്ച കുട്ടികൾ ഒരു മാർക്കിന്റെ ഒക്കെ വ്യത്യാസത്തിലാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ എന്തായാലും മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ 10ാം വാർഡിലെ വികസന സമിതി നിങ്ങൾക്ക് ഈ ആദരവ് കൊടുക്കുന്നത്. ഈ ആദരവ് നിങ്ങൾക്ക് ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണ്. കാര്യം നിങ്ങൾ എക്സാം എഴുതി നിങ്ങളാണ് വിജയിച്ചത്, പക്ഷെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ആരണത് അങ്ങനെ രക്ഷിതാക്കളും അധ്യാപകന്മാരും അല്ലെ, ഇവരാണ് നിങ്ങളുടെ ഈ വിജയത്തിന് ഈ മുന്നിലെത്താൻ ഇടയാക്കിയവരെല്ലാവരും. എക്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ 20ാം വാർഷിക ആഘോഷ ചടങ്ങിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പഠനത്തിനായി മരണശേഷം മൃതദേഹം നൽകുന്നതിനുള്ള സമ്മതപത്രം നൽകിയവരുടെ കാർഡ് വിതരണം നടത്തി. തൃപ്പയാർ ബ്രാഞ്ച് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങ് മുൻ സാമൂഹ്യനീതി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശ്രീദേവി കരുണാകരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബ്രാഞ്ച് പ്രസിഡന്റും നാട്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി വിനു അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി സന്തോഷ് മാടക്കായി സ്വാഗതം ആശംസിച്ചു. ട്രഷറർ പി മാധവമേനോൻ, ജോയിന്റ് സെക്രട്ടറിമാരായ പ്രേംലാൽ PR, അഭയ് തൃപ്പയാർ, ജോയിന്റ് കൺവീനർ മാരാത്ത് സുവിൻ കുന്തറ, രാജേഷ് ടി ജി, വൈസ് പ്രസിഡന്റ് വിനോദ് നടുവത്തേരി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി ഗോപാലകൃഷ്ണൻ, ദിൽഷ, NB, MS സജീഷ്, ഡ്രൈവർ ഷുബിൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ എഴുത്തകം വായന ദിന ആഘോഷം സംഘടിപ്പിച്ചു. റിട്ടയർഡ് അധ്യാപികയും പ്രമുഖ സാഹിത്യ പ്രവർത്തകയുമായ ലിസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ സൂപ്രണ്ട് P ജയപ്രസാദ് അധ്യക്ഷത വഹിച്ചു. വായനയിലൂടെയാണ് വിവേകം വളരുന്നതെന്നും പുസ്തകങ്ങൾ നമുക്ക് പുതിയ ലോകങ്ങളെ പരിചയപ്പെടുത്തുമെന്നും അവർ ഓർമ്മിപ്പിച്ചു. തൃശൂർ ടൗൺ ഹാളിനു സമീപം ചെറിയ പെട്ടിക്കടയിൽ പുസ്തക വിതരണം ഉപജീവന മാർഗമായി സ്വീകരിച്ച സാംസ്കാരിക നഗരത്തിന്റെ സാഹിത്യ മേഖലയ്ക്ക് തനതായ സംഭാവനകൾ നൽകിയ പ്രമുഖ ചെറുകഥാകൃത്ത് ഷംനാഥ് തൃശൂരിനെ ആദരിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. അധ്യാപകരായ VG ജോജോ, TJ അഗസ്റ്റി, KB സന്തോഷ് കുമാർ, S ശ്രീകുമാർ, PP പ്രസന്നകുമാരി എന്നിവർ പ്രസംഗിച്ചു. പെരിങ്ങോട്ടുകര താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും സംയുക്ത ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ടഡ്സ് കുന്നപ്പള്ളി കൊടിയേറ്റം നടത്തി. കൈക്കാരന്മാരായ പ്രതീഷ് ജോസ്, CJ സിജോ, ഫെബി തോട്ടുങ്കൽ എന്നിവർ നേതൃത്വം നൽകി. ജൂൺ 28 ഞായറാഴ്ചയാണ് ഊട്ടുതിരുനാൾ. തിരുകർമ്മങ്ങൾക്ക് പഴുവിൽ ഫറോന വികാരി ഫാദർ ജോബ് വടക്കൻ നേതൃത്വം നൽകും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വലപ്പാട് കുഞ്ഞുണ്ണി മാഷ് സ്മാരക മന്ദിരത്തിൽ വെച്ച് വായനാ ദിനാഘോഷം നടത്തി. എഴുത്തുകാരനും സംവിധായകനുമായ സിദ്ദിഖ് ഷമീർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ സുമേഷ് വാനാട്ടിൽ, മെമ്പർമാരായ ബിന്ദു മോഹൻ, താര ബാബു, ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ചിദംബരൻ മാസ്റ്റർ, അസിസ്റ്റന്റ് സെക്രട്ടറി വേണു, സാഹിത്യകാരന്മാരായ KG ശേഖരൻ, അനിൽ കറിയാവട്ടത്ത്, നൌഷാദ്, സുദീപ് ഒക്കാഞ്ചേരി, മുഹമ്മദ് പ്രോവിന്റ് എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രശ്മി ഷിജോ സ്വാഗതവും ലൈബ്രറിയൻ റഹ്മത്ത് നന്ദിയും പറഞ്ഞു. വാർത്താനേരം തുടരുന്നു. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഭാര്യയെ മർദ്ദിച്ച കേസിൽ BJP തൃശൂർ സൗത്ത് ജില്ലാ അധ്യക്ഷൻ AR ശ്രീകുമാർ രാജിവെച്ചു.
ഭാര്യയെ മർദ്ദിച്ചു എന്ന കേസിൽ മതിലകം പോലീസ് ശ്രീകുമാറിനെതിരെ കേസെടുത്തിരുന്നു. വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് മതിലകം പോലീസ് കേസെടുത്തത്. തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നുമുള്ള ഭാര്യയുടെ പരാതിയിലാണ് നടപടി. മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധം ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. തന്നെ മുമ്പും ശ്രീകുമാർ പലതവണ മർദ്ദിച്ചിട്ടുണ്ടെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാര്യ പ്രിയങ്ക പറഞ്ഞു. അതേസമയം ശ്രീകുമാറിന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ ഗുണ്ടാ നേതാവ് കല്ലാടൻ ഗിരീഷിനെ കഴിഞ്ഞ ദിവസം മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ ശ്രീകുമാറിനെ രണ്ടാം പ്രതിയായും കേസെടുത്തിരുന്നു. ഇരിങ്ങാലക്കുട നഗരസഭയിൽ നിന്നും 1 കോടിയോളം തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ നഗരസഭയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. 2024 മുതൽ 2026 വരെ നഗരസഭയിൽ കേഷ്യറായിരുന്ന കോണത്തുകുന്ന് സ്വദേശി പ്രദീപിനെയാണ് തെളിവെടുപ്പിന് എത്തിച്ചത്. ഈ കാലയളവിൽ ഇയാൾ 1 കോടിയോളം രൂപ തിരിമറി നടത്തിയെന്നാണ് കേസ്. നഗരസഭയിൽ നേരിട്ട് നികുതി അടച്ചിരുന്നവരെ കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ്. ബാങ്കിൽ തുക അടയ്ക്കാതെ വ്യാജ രശീതുണ്ടാക്കി തട്ടിപ്പ് നടത്തുകയായിരുന്നു പ്രതിയുടെ രീതി. അനധികൃത മണൽ ലോറി ഇടിച്ച് യുവാവ് മരിച്ച കേസിൽ പ്രതിയായ ലോറി ഡ്രൈവർക്ക് 7 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പല്ലൂർ സ്വദേശി മുരിക്കുകുഴിയിൽ പറമ്പിൽ വീട്ടിൽ നിഷാദിനെയാണ് തൃശൂർ 2ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എസ് രമേശ് കുമാർ ശിക്ഷിച്ചത്. ഗുരുവായൂർ ചുവല്ലൂർപടിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. വാളാഞ്ചേരി സ്വദേശി നിസാമിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ മോഷണം. 4 ലക്ഷം രൂപയോളം നഷ്ടമായതായി പരാതി. വെള്ളിയാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടമായിട്ടുള്ളത്. തൃശൂർ വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശ്രീനാരായണപുരം പതിയാശ്ശേരിയിൽ വീടാക്രമിച്ച് ഗൃഹനാഥനെ മർദ്ദിച്ചു. പത്താഴക്കാട് പാറപ്പറമ്പിൽ യൂസഫിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വീട്ടിലേക്കുള്ള വഴിയിൽ ബൈക്ക് വെച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് 3 അംഗ സംഘം ആക്രമണം നടത്തുകയായിരുന്നു. വീടിന്റെ വാതിൽ ചവിട്ടി തുറന്ന് അകത്തു കയറിയ സംഘം തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് യൂസഫ് പറഞ്ഞു. അക്രമം തടയാൻ ശ്രമിച്ച മകനും ഭാര്യയ്ക്കും മർദ്ദനമേറ്റു. വീട്ടുമുറ്റത്തുണ്ടായ ചെടിച്ചട്ടികളും അക്രമികൾ നശിപ്പിച്ചു. മർദ്ദനമേറ്റ യൂസഫ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂളിമുട്ടം ഭജനമഠം എടത്തിത്തറ വീട്ടിൽ വൈശാഖ്, പടിഞ്ഞാറെ വെമ്പല്ലൂർ അഞ്ചലശ്ശേരി വീട്ടിൽ സുമേഷ് എന്നിവരെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിക്ക് സമീപം ബൈക്കിനു പിന്നിൽ ടിപ്പറിടിച്ച് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചെറുതുരുത്തി സ്വദേശി പൂളക്കപ്പറമ്പിൽ ഹസനെയാണ് വടക്കാഞ്ചേരി അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. അതിജീവിത കൂട്ടുകാരികളോട് പറഞ്ഞതനുസരിച്ച് സ്കൂൾ അധികൃതരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് ചെറുതുരുത്തി പോലീസ് സബ് ഇൻസ്പെക്ടർ EV സുഭാഷാണ് കേസിന്റെ അന്വേഷണം നടത്തിയത്. അതിഥി തൊഴിലാളികളെ തട്ടിക്കൊണ്ടുപോയി പണവും മൊബൈൽ ഫോണുകളും കവർന്ന കേസിലെ സംഘത്തെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ആദൂർ സ്വദേശികളായ അമ്പലത്തു വീട്ടിൽ അബ്ബാസ്, കാരിങ്ങൽ വീട്ടിൽ അബൂബക്കർ, മണ്ണാർക്കാട് ബിലായിത്തൊടി വീട്ടിൽ മുഹമ്മദ് ഹാനാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ജോലി തേടിയെത്തിയ ബീഹാർ സ്വദേശികളാണ് ആക്രമണത്തിൽ ഇരയായത്. ഒരാഴ്ച മുമ്പായിരുന്നു സംഭവം. ബീഹാർ സ്വദേശികളായ 3 യുവാക്കളെ പോലീസാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് കാറിൽ കയറ്റി കൊണ്ടുപോയത്. പിന്നീട് വിജനമായ സ്ഥലത്തെത്തിച്ച് പണവും മൊബൈൽ ഫോണുകളും തട്ടിയെടുക്കുകയായിരുന്നു. ഇൻസ്പെക്ടർ അനീഷ് കുമാർ, സബ് ഇൻസ്പെക്ടർ C അരുൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ കിഴക്കേനട പൈനൂരിൽ 4 അംഗ സംഘത്തെ ആക്രമിച്ച് 16 ലക്ഷം രൂപ കവർന്ന കേസിൽ നിർണായക വഴിത്തിരിവ്. പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാർ കണ്ടെത്തി. കയ്പമംഗലത്ത് തെരുവ് നായയുടെ ആക്രമണത്തിൽ 2 ആടുകൾക്ക് കടിയേറ്റു. വലപ്പാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. ഇന്ധന വില വർധനവിനെതിരെ KSKTU കയ്പമംഗലം വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുത്തുകൂട്ടി സമരം നടത്തി. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും.